എന്നെ പാഠം പഠിപ്പിച്ച ഒരു ബിരിയാണി. ഈ ബിരിയാണി എന്നെ എന്ത് പാഠമാണ് പഠിപ്പിച്ചതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചതച്ചത്, അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകാണ്, 3 ടീസ്പൂൺ തൈര്. ഇത്ര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. ഉപ്പും എരിവൊക്കെ നോക്കുക. അത്യാവശ്യം പാകത്തിന് തന്നെ ഉപ്പും എരിവൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 കപ്പ് ക്വീൻവ എടുത്തിട്ടുണ്ട്. നമ്മുടെ തിന അല്ലെങ്കിൽ ചാമ എന്നൊക്കെ പറയും. ഇത് നമുക്ക് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 15 മിനിറ്റെങ്കിലും ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. 15 മിനിറ്റോളം കുതിർത്തതിന് ശേഷം ഈ ക്വീൻവ 3-4 പ്രാവശ്യം കൂടി നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. അതിനുശേഷം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരു തക്കോലം, ഇത്രയും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 6 ഗ്രാമ്പു, 3 ഏലക്ക, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരും ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതീയിൽ വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കൂടിയിട്ട് ഒരുമിച്ച് ഒന്നുകൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുന്നതാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 3 പച്ചമുളക് ചതച്ചത്, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്നുകൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ മൊത്തം 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ചെറുതീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് മുളക് പൊടിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല, എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളും ആക്കിയിട്ടല്ല, ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ച കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ക്വീൻവ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ മസാലയൊക്കെ വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരി ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാറുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ക്വീൻവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്വീൻവ കൊണ്ട് ഒരു അടിപൊളി ഉപ്മാവിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പിടി പുതിനയിലയും 2-3 ടീസ്പൂൺ മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ടൊരു 3 മിനിറ്റെങ്കിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെ മസാലയും ക്വീൻവയും ബാക്കി മസാലയും എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണഗതിയിൽ ക്വീൻവ വേവിക്കുമ്പോൾ 1 കപ്പ് ക്വീൻവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കാരണം ഞാൻ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം ചേർത്തപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ അളവിനെക്കുറിച്ച് ചിന്തിച്ചില്ല.
അത് ഓർക്കാതെ ഞാൻ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടുതലായി വന്നു. അപ്പോൾ നിങ്ങൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്വീനോ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് നമുക്കൊന്ന് വറുത്ത് കോരാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് വറുത്ത് കോരിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്തൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിനി ഇത് തുറന്ന് വെച്ചിട്ട് ബാക്കി വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് കൂടുതലായിട്ട് വന്നു. അത് കാരണമാണ് കുറച്ച് കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത് കേട്ടോ. 3.5 കപ്പ് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ക്വീൻവ കൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് കാരണം പറ്റിയൊരു ചെറിയ മിസ്റ്റേക്കാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കുഴഞ്ഞതുപോലെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ 3.5 കപ്പ് വെള്ളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതുപോലെ ഒന്ന് കുഴഞ്ഞതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ക്വീൻവ ബിരിയാണി നമുക്ക് കിട്ടും കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം എൻ്റെ ക്വീൻവ ഉപ്പുമാവ് പെർഫെക്റ്റ് ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മീതെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയില കൂടി നമുക്ക് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത് റൈത്തയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി തരാം. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിലൂടെ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു അടിപൊളി ടിപ്പ് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.